ആ നമസ്കാരം നമസ്കാരം എല്ലാവരും ഇരിക്ക്. സാറേ, എനിക്കൊരു പരാതി ഉണ്ട്. വൈകിയന്റെ പരാതി എന്താ അത് പറ. സാറേ, ചന്ദ്ര ഇന്നലെ എന്റെ മുടി പിടിച്ച് വലിച്ചായിരുന്നു. എനിക്ക് നന്നായി വേദനിച്ചിന്. സാറേ, ഈ ചന്ദ്ര എന്നെ ഇന്നലെ തല്ലിയിരുന്നു. ഇവൻ പലപ്പോഴും എന്നെ ദ്രോഹിക്കാറുണ്ട് മാഷേ. ഓ, എല്ലാവർക്കും ചന്ദ്രനെ കുറിച്ച് പരാതിയാണല്ലോ. നമുക്ക് പരാതിയും പരിഭവങ്ങളൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കടമ്മനിട്ടയുടെ കുറത്തി എന്ന കവിതയാണ്. ഞാൻ ആദ്യം അതിൻ്റെ 2 വരി ഒന്ന് വായിക്കാം. നിസ്വവർഗത്തിനായി തൊണ്ട പൊട്ടുമാറ് പാടിയ മഹാഗായകനാണ് കടമ്മനിട്ട. കടമ്മനിട്ട കവിതകളുടെ ജീവൻ നമ്മുടെ ഗോത്ര സ്മൃതികളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയ മാഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാഷേ, പരാതി വേറെ ആരെ കുറിച്ചല്ല, ചന്ദ്രനെ കുറിച്ച് തന്നെയാണ്. ഇത് ഞങ്ങൾ 5ാമത്തെ തവണയാണ് മാഷോട് പറയുന്നത്. എന്നിട്ടും ഇതിനെ മാഷ് കാര്യമായിട്ട് എടുക്കുന്നില്ല. ചന്ദ്രനെ ഇന്നലെയും ഞങ്ങൾ കക്കൂസിന്റെ പുറകിൽ കണ്ടു. മാഷേ, ഞാനിത് പല തവണ മാഷോട് പറഞ്ഞു. മാഷ് ഇത് കേട്ട ഭാവം നടിക്കുന്നില്ല. ചന്ദ്ര, ഇവിടെ വാ. ശൃംഗയും അവനിയും ഒക്കെ എന്നും നിന്നെക്കുറിച്ച് പരാതിയാണല്ലോ. അവർ പറയുന്നത് ശരിയാണോ? എന്താടാ ഇങ്ങനെ? ചീത്ത കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുക? നല്ല കുട്ടിയായി സമൂഹത്തിൽ വളരണം. അതൊക്കെ നിന്റെ സഹോദരിമാരല്ലേ? മോശം കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുക? നല്ല കുട്ടിയായി സമൂഹത്തിൽ വളരണ്ടേ? എന്താ ബാലമാഷ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ? അല്ല ദാമോദരൻ, ഈ ചന്ദ്രൻ സ്ഥിരമായി പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതായി ഒരു പരാതിയുണ്ട്. പെൺകുട്ടികളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുക. പല പ്രാവശ്യം ഞാൻ അവനെ ഉപദേശിച്ചു നോക്കി. അവൻ അതൊന്നും കൂട്ടാക്കുന്നില്ല. എന്താ ചെയ്യാ മാഷേ ഇവനെ? ഓ, എൻ്റെ ദൈവമേ, ഇവനെ കൊണ്ട് വലിയ പ്രശ്നമായല്ലോ. കഴിഞ്ഞ ആഴ്ച ഇവനെതിരെ വലിയ പരാതി കിട്ടിയല്ലേ നമുക്ക്. എച്ചം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ സമീപത്ത് ഇവനെ എപ്പോഴും കാണും. പല പെൺകുട്ടികളും പരാതിയും പറഞ്ഞിട്ടുണ്ട്. ഇവന് എത്ര കിട്ടിയാലും ഒരു കൂസലും ഇല്ലല്ലോ. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വാ. നീ ഇന്നാൾ വന്ന പരാതിയിൽ നിനക്ക് താക്കീത് കിട്ടിയതല്ലേ? അതെല്ലാം നീ മറന്നുപോയോ? നീ മറന്നുപോയോ? നിന്റെ നാവന്ത ഇറങ്ങിപ്പോയോ? എന്താണ് നീ മിണ്ടാത്ത? നീ ഇനി ഒന്നും പറയുന്നില്ലെങ്കിൽ നാളെ നിന്റെ അമ്മേനെ കൂട്ടിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. കേട്ടടാ? കുട്ടിയല്ലേ? ഞാൻ അവൻ്റെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്.